നിനക്ക് ആക്ച്വലി പ്രശ്നം എന്താ അനൂപേ? നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്തുവാ? എന്ത് കഷ്ടമാണ് അനൂപേ, നീ ചവം തിന്നും നീ കേട്ടോ. പറ്റുന്നില്ലടാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വെറുതെ ഒരു ജന്മമായി പോവാന്നുള്ളൊരു ധാരണ. ഇവിടെ ഈ ഓണത്തിന് വന്നപ്പം എടുത്ത ഫോട്ടോയാണ് രണ്ടുപേരും കൂടെ ഉള്ളത്. അവിടെ ടാറ്റസിന്നാ അവള് ടാറ്റസ് ഇട്ടതാണ് ഈ ഫോട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഓണത്തിനെടുത്ത ഇവർ രണ്ടുപേരും. ആ ഓണം അല്ല, അതിന് മുമ്പുള്ള ഓണത്തിന്. ഇത് അവള് ചാവാൻ തന്നെ പറഞ്ഞത്. അവള് പറഞ്ഞിട്ട് തന്നെ എന്റെ കുഞ്ഞ് ചത്തതേ ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ചാവത്തില്ല, എന്റെ കുഞ്ഞ് വിചാരിച്ചു കാണും ഇവള് സത്യസന്ധമായി സ്നേഹിക്കുമായി ഇവന്റെ പുറകെ ഇവള് പോകുന്നത്. നമ്മൾ ആ ഫോട്ടോസ് പുറത്തിറക്കി കഴിഞ്ഞാൽ ആ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ആരും ആ ഫോട്ടോസ് വെക്കാത്തത്. അത് തന്നെ സത്യം പറഞ്ഞാൽ ഏറ്റവും മണ്ടത്തരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവളുടെയൊക്കെ ഫോട്ടോ കാണിക്കണം. ഇവളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളൊക്കെ പബ്ലിക്കലി കാണിക്കണം. ഇതാണ് വ്യക്തി, ഈ വ്യക്തിയാണ് ഇത്ര നാൾ 14 വർഷം സ്നേഹിച്ചിട്ട് ഒരുത്തനെ തേച്ചിട്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് മുഖത്ത് നോക്കി പറയണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യിപ്പിക്കേണ്ടത്. നമ്മൾ 2 ദിവസത്തിന് മുന്നേ മിഥുൻ മോഹൻ എന്ന് പറയുന്ന ഒരു പയ്യൻ നെയ്യാറ്റിൻകരയിൽ സൂയിസൈഡ് ചെയ്തത് നിങ്ങൾ കണ്ടു കാണും. ഒരു കൊച്ചു പയ്യനാണ്, വലിയ വയസ്സൊന്നുമില്ല. അപ്പൊ ആ പയ്യൻ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു? കാര്യം പ്രേമനിരാശ എന്ന് തന്നെ അല്ലെ. പ്രേമനിരാശ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പെണ്ണ് തേച്ച് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അവന് താങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൻ സൂയിസൈഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കേസ് ഞാൻ ഇന്ന് കാണാനായിട്ട് ഇടയായി. അനൂപ് എന്ന് പറയുന്ന ഒരു പയ്യൻ, 28 വയസ്സുണ്ട്, 14 വർഷം ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹിച്ചതിന് ശേഷം ഇപ്പോൾ സൂയിസൈഡ് ചെയ്തേക്കുന്നത്. കാര്യം എന്താ? സെയിം റീസൺ തന്നെ, അതായത് ഈ പെണ്ണ് ഇട്ടിട്ട് പോയതിന്റെ പേര് തന്നെയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. കാര്യം 14 വർഷമൊക്കെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോവാന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ശരിക്കും പറയേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എന്താ പറയണ്ടേ, എപ്പോഴും ഈ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഈ ഒരു കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞ നിയമങ്ങൾ ഒരേപോലെ വരേണ്ടത്. ഇപ്പൊ പറഞ്ഞ ആദ്യത്തെ നെയ്യാറ്റിൻകരയിലെ ആ ഒരു കേസായാലും അത് തന്നെ ഒന്നും ആയില്ല. പോലീസ് മൊഴിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അതിനുശേഷം ഒന്നും ആയിട്ടില്ല. അത് വിത്ത് എവിഡൻസ് എല്ലാം ഉണ്ട്. ഇതിനകത്താണെങ്കിലും ഈ 14 വർഷം സ്നേഹിച്ചതാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 14 വർഷം സ്നേഹിച്ച ആ അമ്മയുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം. അത് കല്യാണം കഴിച്ചിട്ടില്ല. ആ 14 വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചില്ല. അല്ലാതെ തന്നെ അവരെന്താണ്, അവർ ഒരുമിച്ചായിരുന്നു, ഒരു കുടുംബം പോലെ കഴിയുകയൊക്കെ ആയിരുന്നു. എന്തായാലും ആ അമ്മ പറഞ്ഞ കുറച്ച് കാര്യം ഒന്ന് കേട്ട് നോക്കാം. 10ാം ക്ലാസ് മുതൽ അവളെ സ്നേഹിച്ചത്. 13 വർഷം കൊണ്ട് അവിടെ വീട്ടിൽ അവന്റെ ജീവിതം മൊത്തം ഈ അവസാന നിമിഷം ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ അവൻ ഞങ്ങളോട് പറയുന്നത്, അപ്പോ അമ്മയെ ഞങ്ങൾ നോക്കിക്കോളാം, ഞാൻ നിങ്ങളെ എല്ലാം വെറുത്തവളെ, എനിക്കറിയത്തില്ല മോനെ എന്താ പറയേണ്ടത്. എൻ്റെ കുഞ്ഞ് അവള് കാരണമാ മരിച്ചത്. അവള് പറഞ്ഞു ചത്തോളാന്, അവള് ചത്തോളാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞും ചത്തോ, ഒരു അവളെ പേർക്കൊരു കേസ് കൊടുക്കാനോ ഒന്നും അവന് ചെയ്യാതെ അവൻ പോയത്. ആ അമ്മ പറഞ്ഞ കേട്ടല്ലോ, 9ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ പ്രേമമാണെന്ന്. അവൾ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മകൻ ചത്തത് എന്നെല്ലാം പറയുന്നു. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള പോക്കുത്തരം ചെയ്യാൻ നിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം ഇവരുടെ കുടുംബത്തിനാണ് നഷ്ടം വന്നത്. ആ പെണ്ണിന് ഒരു കുഴപ്പമില്ല. അവൾക്ക് നാളെ വേറൊരു കാലത്ത് കല്യാണം കഴിച്ച് അവൾക്ക് സുഖമായിട്ട് അവൾ ജീവിക്കും. എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യണത്? നിങ്ങളുടെ സ്വന്തമായിട്ട് നമുക്ക് തന്നേക്കുന്ന നമ്മുടെ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതിലും വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇതിപ്പം വേറെ അസുഖം വന്ന് മരിക്കുന്ന കണക്കല്ല. നമ്മൾ ഈ സ്വന്തമായിട്ട് ഇപ്പൊ ഈ ഒരു പെണ്ണിന്റെയൊക്കെ കേസിൽ ഇങ്ങനെയൊക്കെ മരിക്കുന്നത് വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ അമ്മയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ വളർത്തിയിട്ട് ഇത്രയും ഈ ഊളത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ആ സീരിയസ്ലി എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. ഇവളെയൊക്കെ ഇത്രയും നാള് 14 വർഷമായിട്ടും ഇവളെന്താണെന്ന് പോലും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ എന്ന് എനിക്കൊരു ഞാൻ വണ്ടടിക്കുവാണ്. 14 വർഷം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അറിയാം, എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈ 14 വർഷം സ്നേഹിച്ചിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്ത് എന്തൊക്കെയോ സംതിങ് ഉണ്ട്. മേ ബി എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ. എന്തായാലും ബാക്കിയൊക്കെ കേട്ട് നോക്കാം. അവക്ക് സ്വർണ്ണക്കൊലിച്ചെടുക്കാൻ എന്നെ വിളിച്ചോണ്ടാ പോയത് സ്വർണ്ണക്കടയിൽ. എന്നെ കൊണ്ട് എന്റെ മോൻ പോയി സ്വർണ്ണക്കൊലിച്ചെടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തത്. അത് മാത്രമല്ല ഒരുപാട് അവൻ ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചി സ്വന്തം ചേച്ചിയുടെ മക്കളെ സ്നേഹിക്കാൻ അവൾ സമ്മതിക്കത്തില്ല. ഈ പിള്ളേരെ വീഡിയോ കോൾ ചെയ്ത് ആ പിള്ളേരെ മടി വെച്ച് സ്നേഹിക്കുന്നതാണ് അവൾ ചോദിക്കുന്നത് അവനോട്, നിനക്ക് എന്നെക്കാൾ ഇഷ്ടമാണ് ആ പിള്ളേരെന്ന്. പിന്നെ അവൻ ഈ പിള്ളേരെ തൊട്ടുപോലും നോക്കത്തില്ല. അങ്ങനെ ഞങ്ങളെ വെറുപ്പിച്ച് എന്റെ മോനെ കൊണ്ടുപോയി 13 വർഷം ആ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഈ തള്ള മോക്ക് പുതിയൊരു ചെറുക്കനെ കിട്ടിയപ്പോൾ എന്റെ മോനെ കുറ്റം പറയുക. ആ മലഞ്ചുഴി അവരുടെ വീടിന്റെ അയൽവക്കത്തുള്ളവരോടെല്ലാം ചോദിച്ചാൽ അറിയാം. ഗൾഫിൽ പോകുന്നത് വരെ അവൻ എന്നോട് പറഞ്ഞതാ, നമുക്ക് കല്യാണം നടത്തി വെക്കാന്ന്. അവരാ എന്നോട് പറയുക, എന്റെ കഴുത്ത് കണ്ടിച്ച് വെച്ചാൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കത്തില്ല. അപ്പോൾ അതാണ് കാര്യം. ശരിക്കും പറഞ്ഞാൽ പുതിയ ഒരു പയ്യനെ സെറ്റ് ആയിട്ടുണ്ട്. കാര്യം ചിലപ്പോൾ അവനെക്കാട്ടും കൂടുതൽ പൈസയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പയ്യനായിരിക്കാം. അത് അവരുടെ നാട്ടിൽ ചോദിച്ചാൽ മതിയെന്ന് അമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മേ ബി അതായിരിക്കാം മേ ബി റീസൺ. അതുകൊണ്ട് ചിലപ്പം ഇവനെ അങ്ങ് തഴഞ്ഞതാവാം.
എന്തായാലും കൊള്ളാമില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിനൊന്നും ഒരു വിലയും ഇല്ല എന്ന് ദയവായിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം എല്ലാ പെണ്ണുങ്ങളെയും ഒരിക്കലും നമുക്ക് ഇങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം ഇതിലിങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ടീമുകളുണ്ട്. എന്തായാലും വേറെ കുറെ ക്ലിപ്പുകളുണ്ട്, ആ അമ്മ പറയുന്ന കുറെ വോയിസുകളുണ്ട്. അപ്പൊ ഇതിന് മുമ്പിട്ട് ഈ പയ്യന്റെ ഈ പെണ്ണിന്റെ ഒരു വോയിസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, അതൊന്ന് കേട്ടു നോക്കാം. നിനക്ക് ആക്ച്വലി പ്രശ്നം എന്താനുവേ? നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്തുവാ? എന്ത് കഷ്ടമാനുവേ, നീ ജാവം തിന്നും നീ കേട്ടോ. പറ്റുന്നില്ലടാ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വെറുതെ ഒരു ജന്മമായി പോകാന്നുള്ളൊരു ധാരണ. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ഗൾഫിൽ നിന്നിട്ട് ഉള്ള വോയിസ് മെസ്സേജ് ആയിരിക്കാം. എന്തായി കഴിഞ്ഞാലും ആ പയ്യന്റെ കുറെ ഫ്രണ്ട്സ് എല്ലാവരും റിയാക്ട് ചെയ്ത് സംസാരിക്കുന്നുമുണ്ട്. എന്താണ് കാര്യം ഇവർക്കെതിരെ കേസ് എടുക്കാത്തതെന്നും എല്ലാം ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര പുറമോട്ടാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള കേസസ് ഓരോ ദിവസം കൂടുന്തോറും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ലൊരു പയ്യനായിരുന്നു, അവൻ എന്തിനും ഇതിന്റെ ആവശ്യം അറിയത്തില്ല. അത് മാത്രമല്ല, ഇപ്പം വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ ആരും പബ്ലിക് ആക്കത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന കാര്യം, മറ്റേ മിഥുൻ മോഹന്റെ ആ ഒരു കേസ് വന്നപ്പോഴും പകുതി ചാനൽസും ബ്ലർ ചെയ്താണ് വെക്കുന്നത്. നമ്മൾ ആ ഫോട്ടോസ് പുറത്തിറക്കി കഴിഞ്ഞാൽ ആ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ആരും ആ ഉള്ള ഫോട്ടോസ് വെക്കാത്തത്. അത് തന്നെ സത്യം പറഞ്ഞാൽ ഏറ്റവും മണ്ടത്തരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവളുടെയൊക്കെ ഫോട്ടോ കാണിക്കണം, ഇവളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളൊക്കെ പബ്ലിക്കലി കാണിക്കണം. ഇതാണ് വ്യക്തി, ഈ വ്യക്തിയാണ് ഇത്ര നാൾ 14 വർഷം സ്നേഹിച്ചിട്ട് ഒരുത്തനെ തേച്ചിട്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് മുഖത്ത് നോക്കി പറയണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യിപ്പിക്കേണ്ടത്. ഇപ്പൊ അവന്റെ കുടുംബത്തിൽ എല്ലാവർക്കും അവനെ നഷ്ടമായി. എന്തായാലും അനുഭവിക്കേണ്ടത് മൊത്തം അവരുടെ ഫാമിലിയാണ്. നമുക്കറിയാം, നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ വിട്ടു പോകുമ്പോൾ ഉള്ള വിഷമം എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബ്രദർ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനായിരുന്നു. അവൻ അപ്പം ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചിട്ട് ഇപ്പം ഏകദേശം 6 വർഷമാവുന്നത്. ഇപ്പോഴും ഓരോ ദിവസവും തോറും എനിക്കറിയാം അവനില്ലാത്ത എനിക്ക് അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഭയങ്കരമാണ്. എനിക്കത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യം ഞാൻ പറയാറുമുണ്ട്. അപ്പം വീട്ടിലെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു വേദന എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അതുപോലും ആലോചിക്കാതെ സ്വന്തമായിട്ടൊരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് വെറും വിഡ്ഢിത്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. സോ എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.